അപ്പോൾ ചാപ്റ്റർ 10 നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യൂണിയൻ എക്സിക്യൂട്ടീവ്സ്. അപ്പോൾ ഈ യൂണിയൻ എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റിന്റെ അകത്ത് 4 തരത്തിലുള്ള ആളുകളാണ് വരുന്നത്. ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നമ്മുടെ പ്രസിഡന്റ്, രണ്ടാമത് വൈസ് പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, നാലാമത് വരുന്നത് പ്രൈം മിനിസ്റ്റർ. അപ്പൊ യൂണിയൻ എക്സിക്യൂട്ടീവ് ലിസ്റ്റിൽ ആരൊക്കെ വരുന്നുണ്ട്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് പ്രൈം മിനിസ്റ്റർ. ഇവർ 4 പേരുമാണ് ഇതിൽ വരുന്നത്, യൂണിയൻ എക്സിക്യൂട്ടീവ് ലിസ്റ്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആരാണ് ഇവരൊക്കെ, എന്താണ് അവരുടെ ഡ്യൂട്ടീസ് എന്നുള്ള കാര്യങ്ങൾ. ഒന്നാമത് വരുന്ന ആളാണ് നമ്മുടെ പ്രസിഡന്റ്. പ്രസിഡന്റ് ആരാണ്? നമ്മുടെ രാഷ്ട്രത്തിന്റെ തലവൻ എന്നൊക്കെയാണ് നമ്മൾ പ്രസിഡന്റിനെ പറയുന്നത്. യൂണിയൻ എക്സിക്യൂട്ടീവ് ലിസ്റ്റിലെ ഹെഡ് ആണ് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒന്നാമത്തെ പൗരനാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ രാജ്യത്തിൽ നിന്ന് പുതിയ ഏതെങ്കിലും ഒരു സ്ഥലം കൂടി നമ്മുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് നമ്മുടെ പ്രസിഡന്റിന്റെ പേരിലായിരിക്കും വാങ്ങിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും അധികാരമാണ് നമ്മുടെ പ്രസിഡന്റിന് ഉള്ളത്. അപ്പം യൂണിയൻ എക്സിക്യൂട്ടീവ്സിന്റെ ഹെഡ് ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രസിഡന്റ് ആണ്. ഇദ്ദേഹമാണ് ഒന്നാമത്തെ പൗരൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന് 5 വർഷക്കാലം വരെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇന്ത്യയെ ഭരിക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ പ്രസിഡന്റിന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ പ്രസിഡന്റിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യസഭയും അതേപോലെ തന്നെ ലോകസഭയും സംസ്ഥാന നിയമസഭയിൽ നിന്നുള്ള അംഗങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആരൊക്കെ ചേർന്നിട്ടാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ലോകസഭയും രാജ്യസഭയും സംസ്ഥാന നിയമസഭയും അവരിൽ നിന്നെല്ലാം ഒരു അനുപാതം ആളുകൾ കാണും. അപ്പൊ അവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് ആരെ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. പ്രസിഡന്റിന് 5 വർഷം വരെ എന്ത് ചെയ്യാൻ പറ്റും? തന്റെ സ്ഥാനത്ത് തുടരാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഈ പ്രസിഡന്റിനെ എങ്ങനെയാണ് ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭരണഘടന വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രസിഡന്റിനെ തന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പ്രസിഡന്റിനെ തന്റെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രസിഡന്റ് തന്റെ ഭരണഘടന വിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു പ്രസിഡന്റിനെ മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് നമ്മുടെ പ്രസിഡന്റിനെ മെയിൻ ആയിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കാനായിട്ടുള്ളത്, എന്തെല്ലാം പ്രിവിലേജസ് അല്ലെങ്കിൽ എന്തെല്ലാം പരിഗണനകളാണ് നമ്മുടെ പ്രസിഡന്റിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റിന്റെ പരിഗണനകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ പരിഗണനയാണ്, നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു കോടതിയെടുത്തും ഉത്തരം പറയേണ്ട കാര്യമില്ല. എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കോടതിയെടുത്തും ഉത്തരം പറയേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ പ്രസിഡന്റ് ഇരിക്കുന്ന സ്ഥലത്ത് ആർക്കും അതിക്രമിച്ച് കയറാൻ കഴിയില്ല. അതേപോലെ തന്നെ പ്രസിഡന്റ് ആ ഒരു പ്രസിഡന്റ് എന്നുള്ള കസേരയിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ ഇദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു നിയമ നടപടികൾ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 മാസത്തിന് മുമ്പ് തന്നെ നോട്ടീസ് നൽകണം. ഓക്കെ, അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനത്തിന്റെ മഹത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ആ ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നേരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു കോടതിക്കും ഒരു കേസും എടുക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ആ ഒരു ഓഫീസിൽ ആർക്കും കയറാനായിട്ട് കഴിയില്ല. അത് മാത്രമല്ല, ഇദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 മാസത്തിന് മുമ്പെങ്കിലും എന്ത് ചെയ്യണം? നോട്ടീസ് നൽകണം. ഇത്രയും പ്രിവിലേജസ് ആണ് നമ്മുടെ പ്രസിഡന്റിന് ഉള്ളത്. ഓക്കെ, പ്രസിഡന്റിനെ എങ്ങനെയാണ് റിമൂവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസിഡന്റിനെ എങ്ങനെയാണ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു, ഭരണഘടന വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് നേരെ എന്ത് ചെയ്യും? ലോകസഭ, രാജ്യസഭ, നമ്മുടെ പാർലമെന്റിൽ ഇത് അവതരിപ്പിക്കും. അങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് 2/3 അല്ലെങ്കിൽ 2/3 എന്ന് പറഞ്ഞ ഒരു മെജോറിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രസിഡന്റിനെ റിമൂവൽ നടക്കുന്നത്. അപ്പൊ പ്രസിഡന്റിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, പ്രസിഡന്റ് തന്റെ ഭരണഘടന വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴി 2/3 എന്ന മെജോറിറ്റിയിൽ എന്ത് ചെയ്യും? നമ്മുടെ പ്രസിഡന്റിന്റെ റിമൂവൽ നടക്കും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം പ്രസിഡന്റിന്റെ ഓഫീസ് എങ്ങനെയൊക്കെയാണ് വേക്കൻസി ആവും. നമുക്കറിയാം, പ്രസിഡന്റ് എപ്പോഴും 5 വർഷക്കാലം ആ സീറ്റിൽ തന്നെയാണ് ഇരിക്കാനുള്ളത്. ഏതൊക്കെ കാരണത്താലാണ് പ്രസിഡന്റ് തന്റെ സീറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പ്രസിഡന്റ് പെട്ടെന്ന് മരണപ്പെട്ടു. രണ്ടാമത് പ്രസിഡന്റ് രാജിവെച്ചു. മൂന്നാമത് പ്രസിഡന്റ് എന്തെങ്കിലും ഒരു കാരണത്താൽ ഇംപീച്ച്മെന്റ് ചെയ്യപ്പെട്ടു. അതുമല്ലാന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അയോഗ്യതകൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ട്. ഈ 4 കാരണത്താൽ അല്ലാതെ പ്രസിഡന്റിന് ഒരിക്കലും പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഒന്നുകൂടി പറഞ്ഞുതരാം. പ്രസിഡന്റിന്റെ സ്ഥാനത്ത് നിന്ന് മാറുന്ന സാഹചര്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് പ്രസിഡന്റ് മരണം സംഭവിക്കുന്ന സമയത്ത്, രണ്ടാമത് പ്രസിഡന്റ് രാജിവെക്കുന്ന സമയത്ത്, മൂന്നാമത് പ്രസിഡന്റ് ഇംപീച്ച്മെന്റ് ചെയ്യുന്ന സമയത്ത്. ഇംപീച്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ആള് തെറ്റുകാരനാണോ ഇല്ലേ എന്ന് തെളിയിക്കാൻ വേണ്ടി കുറച്ച് സമയം കൊടുക്കുക. ആ ഒരു സമയത്തെയാണ് നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് വരുന്നത് പുള്ളിക്കാരന് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ നേരിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു വേക്കൻസി കാലിയാവും. ഓക്കെ,
ഇനി നമുക്ക് നോക്കാം എന്തെല്ലാം തരത്തിലെ പവേഴ്സ് അല്ലെങ്കിൽ എന്തെല്ലാം അധികാരങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനുള്ളതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ അധികാരമാണ് എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറയും. അതായത് ഗവൺമെന്റിനെ നിയന്ത്രിക്കാനുള്ള അവകാശം ആർക്കാണ്? നമ്മുടെ പ്രസിഡന്റിനാണ്. നമ്മുടെ പ്രൈം മിനിസ്റ്റേഴ്സിനെ നിയമിക്കാനും അതേപോലെ തന്നെ എന്താണ് സ്റ്റേറ്റ് കൗൺസിലൊക്കെ നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ്. ഇതാണ് പ്രസിഡന്റിനെ എക്സിക്യൂട്ടീവ് പവേഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത് വരുന്ന പവറാണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ്. ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് വെച്ചാൽ നിയമനിർമ്മാണമായിട്ടുള്ള കുറച്ച് പവേഴ്സ് ആണ് ലെജിസ്ലേറ്റീവ് പവേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ലോകസഭയെ വിളിച്ചു കൂട്ടാനും അതേപോലെ തന്നെ പിരിച്ചുവിടാനുമുള്ള അവകാശം ആർക്കാണുള്ളത്? നമ്മുടെ പ്രസിഡന്റിനാണുള്ളത്. മാത്രമല്ല എന്താണ്, ഇപ്പൊ നമുക്കൊരു പാർട്ടി ഭൂരിപക്ഷ വോട്ടോട് കൂടി പാർട്ടി ജയിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് പറയും നിങ്ങൾ ഒരു കാര്യം ചെയ്യും, എന്താ ഈ ഒരു ഭൂരിപക്ഷത്തോട് ജയിച്ച നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് നിങ്ങൾ തന്നെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ മന്ത്രിമാരെയൊക്കെ നിയമിച്ചു എന്നൊക്കെ പറയാനുള്ള അവകാശം ആർക്കാണുള്ളത്? നമ്മുടെ പ്രസിഡന്റിനാണുള്ളത്. അപ്പോൾ ലോകസഭയെ വിളിച്ചു കൂട്ടാനും പിരിച്ചുവിടാനുമുള്ള അവകാശം നമ്മുടെ പ്രസിഡന്റിനുണ്ട്. അത് മാത്രമല്ല ഒരു പാർട്ടി ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ എന്താണ് മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ പ്രസിഡന്റിന് ഉണ്ട്. പിന്നെ അടുത്ത് വരുന്ന പവേഴ്സ് ആണ് ഫിനാൻഷ്യൽ പവേഴ്സ്. ഫിനാൻഷ്യൽ പവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരവധി ബില്ലുകൾ പാസ്സാക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്? നമ്മുടെ പ്രസിഡന്റിനാണുള്ളത്. ഏതൊക്കെ ബില്ലുകളാണ്? മണി ബില്ല് തുടങ്ങിയ ബില്ലുകളൊക്കെ പാസ്സാക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്? നമ്മുടെ പ്രസിഡന്റിനാണ് ഉള്ളത്. മാത്രമല്ല ജുഡീഷ്യറി പവേഴ്സ് എന്ന് വെച്ചാൽ വേറൊരു പവേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ, സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയൊക്കെ നിയമിക്കാനുള്ള അവകാശം ആർക്കാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ്. വേറൊരു പവർ കൂടെ ഉണ്ട്, പാർഡനിങ് പവേഴ്സ്. പാർഡനിങ് പവേഴ്സ് എന്ന് വെച്ചാൽ മാപ്പ് നൽകുന്ന പവർ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രസിഡന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റൈറ്റ് ആണ്. ഈ ജയിലിലൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, ഇപ്പം കുറ്റക്കാരനാണെന്ന് കണ്ട് നമ്മൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾ, അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് അവരുടെ ശിക്ഷ കുറച്ച് കൊടുക്കാനായിട്ട് പറ്റും. അതായത് ഇപ്പൊ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന, ഇപ്പൊ ഞാൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞ കേസിന് ഞാൻ എന്താണ് ജയിലിൽ പോവാണ്. അപ്പൊ അങ്ങനെ പോവാണ്, എനിക്ക് തൂക്കുകയറാണ് വിധിച്ചിട്ടുള്ളതെങ്കിൽ എന്താണ് പ്രസിഡന്റ് ആ തൂക്കുകയർ എന്നുള്ളത് എന്റെ നല്ല നടപ്പ് കാരണം ഒരു ജീവപര്യന്തമാക്കും. അതേപോലെ തന്നെ ജീവപര്യന്തമുള്ള ആളുകൾക്ക് എന്താണ് അയാളുടെ കാലാവധി കുറച്ച് കൊടുക്കും. അങ്ങനെ എന്താണ് ഇങ്ങനെയുള്ള തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് എന്താണ് മാപ്പ് നൽകാനുള്ള അവകാശം ആർക്കുണ്ട്? നമ്മുടെ പ്രസിഡന്റിനുണ്ട്. അതാണ് പാർഡനിങ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രസിഡന്റിന്റെ ജുഡീഷ്യറി പവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രസിഡന്റിന്റെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പവേഴ്സ് എന്തോന്നൊക്കെയാണ്. അപ്പം ഡിപ്ലോമാറ്റിക് പവേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നയതന്ത്ര പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിദേശ രാജ്യങ്ങളുമായിട്ട് പ്രസിഡന്റ് എപ്പോഴും നല്ല കണക്ഷൻ ആയിരിക്കും. അതല്ലേ നമ്മളിപ്പോ പത്രത്തിലൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് വേറെ രാജ്യത്തെ പ്രസിഡന്റുമായിട്ട് ഒരുമിച്ച് നിൽക്കുകയും ഫോട്ടോ ഒക്കെ എടുക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പം സംഭവം എന്ന് വെച്ചാൽ ഒന്നുമില്ല, നയതന്ത്രമാണ്. നമ്മുടെ പ്രസിഡന്റ് എപ്പോഴും എന്ത് ചെയ്യുക, ബാക്കിയുള്ള രാജ്യത്തിലെ പ്രസിഡന്റ്സുമാരോ അല്ലെങ്കിൽ ബാക്കിയുള്ള രാജ്യത്തിലെ ഹെഡുകളുമായിട്ട് നല്ല രീതിയിൽ കണക്ഷനിൽ മുമ്പോട്ട് പോകണം. അതേപോലെ തന്നെ വിദേശ രാജ്യത്ത് നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ പ്രസിഡന്റ് എന്ത് ചെയ്യാൻ പോയി അവരെ നല്ല രീതിയിൽ വാം വെൽക്കം ഒക്കെ ചെയ്യണം. അങ്ങനെയുള്ള നയതന്ത്രമായിട്ടുള്ള അവകാശം അല്ലെങ്കിൽ നയതന്ത്രമായിട്ടുള്ള പവേഴ്സും ആരുടെ കയ്യിലാണ് നിക്ഷിപ്തം? നമ്മുടെ പ്രസിഡന്റിന്റെ കയ്യിലാണ് നിക്ഷിപ്തം. അപ്പം ഇത്രയും 4 പവേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. ഏതൊക്കെയാണ് ഒന്നും കൂടി പറയാം. ഒന്ന് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, അതായത് പ്രൈം മിനിസ്റ്റേഴ്സിനെയും സ്റ്റേറ്റ് കൗൺസിലുള്ള ആളുകളെയും നിയമിക്കാനുള്ള അവകാശം ആർക്കാണുള്ളത്? നമ്മുടെ പ്രസിഡന്റിനാണുള്ളത്. രണ്ടാമത് വന്നത് ലെജിസ്ലേറ്റീവ് പവേഴ്സ്, അതായത് ലോകസഭ വിളിച്ചുകൂട്ടാനും പിരിച്ചുവിടാനുമുള്ള അവകാശവും നമ്മുടെ പ്രസിഡന്റിനാണ്. ഭൂരിപക്ഷം വോട്ട് നേടിയ പാർട്ടിക്ക് എന്താണ് മന്ത്രിസഭ രൂപീകരിക്കാൻ പറയാനുള്ള അവകാശം ആർക്കാണുള്ളത്? നമ്മുടെ പ്രസിഡന്റിനാണുള്ളത്. പ്രസിഡന്റിന്റെ ഫിനാൻഷ്യൽ പവേഴ്സ് എന്തൊക്കെയാണ്? മണി ബില്ല് പോലുള്ള ബില്ലുകൾ പാസ്സാക്കാനുള്ള അവകാശം പ്രസിഡന്റിനുണ്ട്. പ്രസിഡന്റിന്റെ ജുഡീഷ്യറി പവേഴ്സ് എന്തോന്നാണ്? നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള സുപ്രീം കോടതിയിലുള്ള ജഡ്ജിമാരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരായിരിക്കും? നമ്മുടെ പ്രസിഡന്റ് ആയിരിക്കും. പ്രസിഡന്റിന്റെ പാർഡനിങ് പവർ എന്തോന്നാണ്? അതായത് നമ്മുടെ ജയിൽ ശിക്ഷയൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് എന്താ മാപ്പ് നൽകുക. അതായത് ഇപ്പൊ തൂക്കുകയറിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ജീവപര്യന്തമാക്കുക. അതേപോലെ ജീവപര്യന്തമുള്ള ആളുകളുടെ എന്താ ശിക്ഷയുടെ നാളുകൾ കുറച്ച് കൊടുക്കുക. അങ്ങനെയുള്ള പവേഴ്സ് ആണ് ജുഡീഷ്യറി പവേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഡിപ്ലോമാറ്റിക് പവേഴ്സ് ആണ് എന്ന് വെച്ചാൽ നയതന്ത്രം. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം, നമ്മുടെ പ്രസിഡന്റ് ആണ് വാം വെൽക്കം കൊടുക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് പവേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം പ്രസിഡന്റിന്റെ സ്ഥാനം എന്താണെന്ന്. പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ പൗരനാണ്. ഇദ്ദേഹത്തിന് എന്തെന്ന് പറയുന്നു റിയൽ എക്സിക്യൂട്ടീവ്സ് അതേപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ പവേഴ്സ് ഹോൾഡ് ചെയ്യുന്ന ആളാണ് നമ്മുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വേറൊരു പരിപാടിയാണ്, ഇദ്ദേഹം നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള ദിനങ്ങളിൽ ദേശീയ പതാകകൾ ഉയർത്താനുള്ള അവകാശം ആർക്കാണുള്ളത്? നമ്മുടെ പ്രസിഡന്റിനാണ് ഉള്ളത്. അത് മാത്രമല്ല രാജ്യസഭയും ലോകസഭയും പാസ്സാക്കുന്ന ബില്ലുകളൊക്കെ എന്ത് ചെയ്യണം, ഒപ്പിട്ട് അംഗീകരിച്ചു കൊടുക്കുന്നതും ആരാണ്? നമ്മുടെ പ്രസിഡന്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പൊസിഷൻ ഓഫ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ക്ലാസിന്റെ അല്ലെങ്കിൽ ഈ ഒരു യൂണിയൻ എക്സിക്യൂട്ടീവ്സിന്റെ പാർട്ട് 1 ആണ്. പാർട്ട് 2 ഉടനെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട്
ഇതെല്ലാം കേട്ടിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ യൂണിയൻ എക്സിക്യൂട്ടീവിൽ മെയിൻ ആയിട്ട് നോക്കാനായിട്ട് ഉള്ളത്. ഓക്കെ ഫൈൻ, താങ്ക് യു.